ഹായ് ഗൈസ്, വെൽക്കം ടു അവർ വ്ലോഗ്. ഹായ്. നമ്മളപ്പോ എങ്ങോട്ടാ പോകുന്നത്? അതിഥി എങ്ങോട്ടാ പോകുന്നേ? പറ, എങ്ങോട്ടാ പോകുന്നേ? തേനിയിലോട്ടാണ് പോകുന്നത്. തേനിയിൽ എന്തൊക്കെയുണ്ട് കാണാൻ? തേനിയിൽ നമ്മൾ വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഡിണ്ടിഗലായിരുന്നു പോകാൻ പ്ലാൻ ഇട്ടത്. പിന്നെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റി തേനിയിലോട്ടാക്കി. അതൊരു കസിൻസ് ട്രിപ്പാണ്. പക്ഷെ ഇതിൽ ആരും സംസാരിക്കത്തില്ല ഗൈസ്. ഓക്കെ, മീറ്റ് അവർ കസിൻസ്. ഫസ്റ്റ് കസിൻ എവിടെ? മീനു. Where is Meenu? Say hi guys. Then Ponni. Anjali Prabhu എവിടെ? Model of Aditi Prabhu, say hi. Say hi. Hi. Ananya. Hi. നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഇനി ഫ്രണ്ടില് 2-3 പേരും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺപ്ലാൻ ട്രിപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ മധുരയിലെത്തിയതിന് ശേഷം ജസ്റ്റ് സിറ്റിയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പെട്ടെന്ന് കാറിൽ വെച്ചിട്ടൊരു പ്ലാൻ വന്നു, ഡിണ്ടിഗിൽ പോയി തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചാലോ എന്ന്. അങ്ങനെ അവിടെയുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഡിണ്ടിഗിൽ കാണാനൊന്നുമില്ല, നിങ്ങൾ തേനിയിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തേനിയിലോട്ട് പോകുന്ന യാത്രയാണിത്. ആക്ച്വലി യാത്ര ചെന്ന് അവസാനിച്ചത് കമ്പത്താണ്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും റോഡിൻ്റെ 2 സൈഡിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയധികം സീൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു വെതറും കൂടെ ആയിരുന്നു ഈ ദിവസത്തെ. അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ തേനിയിലെത്തിയതിന് ശേഷം ഞങ്ങളത് ഫുഡ് കഴിച്ചു. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. തമിഴ്നാട് ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് പറയും. ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് പറയും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്കൊക്കെ ബിരിയാണി ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്കൊന്നും ആ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അഗെയിൻ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇനി ഞങ്ങൾ കമ്പത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കമ്പത്തിൽ കാണാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫോക്കസ് ചെയ്ത മെയിൻലി മുന്തിരിത്തോട്ടം കാണാനാണ്. അപ്പോൾ ഞങ്ങൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് പോവുകയാണ്. ആക്ച്വലി സുരുളി വാട്ടർഫോൾസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ധാരാളം തോട്ടങ്ങളുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. പിന്നെ ഭയങ്കര ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് മുന്തിരിത്തോട്ടങ്ങൾ. അവിടെ സൈഡിൽ മുന്തിരി വിൽക്കാനായിട്ട് കുറേയധികം ആളുകൾ നിൽക്കും. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യും തോട്ടത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുന്തിരിത്തോട്ടം കാണാൻ കയറി. അപ്പോൾ ഞങ്ങളുടെ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ കുറേ പ്രഹസനങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കുറേയധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും ഇത് ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന തോട്ടം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള മുന്തിരിങ്ങ അത്രയും പഴുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും നിറയെ പാടങ്ങളുണ്ട്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നല്ല ഇതുപോലത്തെ റൈപ്പനായിട്ടുള്ള മുന്തിരിങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം കയറിയ തോട്ടത്തിൽ നിന്ന് അത്യാവശ്യം കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് അവർ ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു കേട്ടോ. ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് മുന്തിരിങ്ങയൊന്നും പറിച്ചെടുക്കരുത്. അവർ പകരം നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറേ ബഞ്ച് ഓഫ് ഗ്രേപ്സ് തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാനായിട്ട്. ശരിക്കും ഭയങ്കര ഒരു ഫ്രഷ് ഫീലായിരുന്നു കഴിച്ചപ്പോൾ. അതാ ഞങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല മധുരവും ഭയങ്കര ഒരു ഫ്രഷ് ഫീലായിരുന്നു കഴിച്ചപ്പം. ചുമ്മാ കഴിക്കാൻ തോന്നി. ഇങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം കുറേ തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അവരുടെ ട്രിക്കാണ്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവരുടെ നിന്ന് കുറച്ചധികം ഗ്രേപ്സ് മേടിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറേ ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ സുരുളി വാട്ടർഫോൾസിലെത്തി. അപ്പോൾ ആക്ച്വലി ഇവിടെ 4 മണിക്ക് എൻട്രൻസ് ക്ലോസ് ചെയ്യും. ഞങ്ങൾ 3:59 എത്തിയത്. ഇനി ഒരു 900 മീറ്റേഴ്സോളം ഓരോട്ട് നടന്ന് കയറാനുണ്ട്. അപ്പോൾ ഈ ലേറ്റ് ആയതുകൊണ്ട് അവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിനായിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് സൈഡിലൊക്കെ ഇത്രയും കച്ചവടക്കാരുണ്ടായിരുന്നു. അതാ കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങളത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളെപ്പോലെ തന്നെ വേറെ കുറേ ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിലൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാർക്കിൽ കയറി ഒന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനായിരുന്നു കേട്ടോ ഇത്. ആ കുരങ്ങൻ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവിടെ. ഉടനെ വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പാർക്കിലോട്ടൊന്നും കയറിയില്ല. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകണം. ഞങ്ങൾ അവിടെ കുറച്ച് നേരം
എന്താ ചുമ്മാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. അതിനുശേഷം ബസ് വന്നു. സെല്ലോടെ പരസ്യമാണ് ഗായ്സ്. അവിടെ എത്തി. എന്താ പറയുക, അപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്നത് ഈ സ്ഥലം എന്താണെന്ന് കൂടി റിസർച്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ കുളിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് വാട്ടർഫോൾ കാണുന്നു, കൈകാൽ നനയ്ക്കുന്നു, തിരിച്ചറിഞ്ഞു. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ നടന്നു മുകളിൽ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ശരിക്കും അവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം ആ ഒരു തണുത്ത കാറ്റ്, ഞാൻ പറഞ്ഞില്ല, ആ ദിവസത്തെ വെതർ അത്യാവശ്യം നല്ലൊരു വെതറായിരുന്നു. മഴയൊന്നുമില്ല, എന്നാൽ മൂടി പൊതിഞ്ഞൊരു അന്തരീക്ഷം നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഭയങ്കര രസമായിരുന്നു ആ ഒരു വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാനും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇവിടെ നിന്ന് സ്ഥിരം നമ്മുടെ പരിപാടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇറങ്ങുന്ന വഴി ഞങ്ങൾ ഈ ചെറിയൊരു ഇവിടെ നമുക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കാല് നനച്ചു. അതും നല്ല രസമായിരുന്നു. നല്ല തണുത്ത വെള്ളം, ഒഴുകി വരുന്ന വെള്ളം. ശരിക്കും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വെള്ളത്തിലിറങ്ങി നമുക്ക് തിരിച്ച് കയറാനായിട്ട് തോന്നില്ല, അത്രയ്ക്ക് നല്ലൊരു ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിനൊന്നും വെയിറ്റ് ചെയ്തില്ല. ബസ് റിട്ടേൺ വരാൻ ലേറ്റ് ആകും. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു 900 മീറ്റേഴ്സ് ഞങ്ങൾ തന്നെ നടന്ന് വരികയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വീണ്ടും ഞങ്ങളൊരു മുന്തിരിപ്പാടത്ത് കയറി കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചും കൂടെ മുന്തിരിങ്ങ മേടിച്ചു. ശരിക്കും രണ്ടാമത് ഞങ്ങൾ കയറിയത് കുറച്ചും കൂടെ ഒരു വലിയൊരു യാർഡിലായിരുന്നു. ശരിക്കും അവരുടെ പെരുമാറ്റമൊക്കെ ഭയങ്കര നൈസാണ് കേട്ടോ. നമ്മുടെ ഭയങ്കര വെൽക്കം ചെയ്യും. ചിലരൊക്കെ ഉണ്ട് ഇതിനെ നശിപ്പിക്കും. കാരണം ഈ ഒരു ബഞ്ചെന്ന് ഒരു ഗ്രേപ്പ് പറിച്ചാൽ തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകും. ഒരു ബഞ്ചായിട്ട് നമ്മളെടുത്ത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയിൽ കണ്ടൊരു വ്യൂ ആണ്. ആ മലയുടെ മുകളിൽ നിന്നൊക്കെ നല്ല സ്നോ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ ഏകദേശം അവിടെ നിന്നൊരു 5:36 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇനി വീട്ടിലോട്ടുള്ള യാത്രയാണ്. അപ്പം ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങൾ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. ആൻഡ് ഒരു മറക്കാനാവാത്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ.